കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ച വളരെ സജീവമാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ധനസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖ, ധവളപത്രം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയുണ്ടായി. മുമ്പ് അങ്ങനെ ഒരു ധവളപത്രം വന്നത് വലിയ ചർച്ചയായത് എ.കെ. ആൻ്റണി മുഖ്യമന്ത്രിയായ ഘട്ടത്തിലാണ്. അതിന് പിന്നാലെ സ്വീകരിച്ച ചില നടപടികൾ, പ്രത്യേകിച്ച് NGO അധ്യാപക മേഖലയിലുള്ളവരെ ബാധിക്കുന്ന നടപടികളുണ്ടായിരുന്നു. വലിയ സമരങ്ങളൊക്കെ വന്നു. ഇപ്പോഴും ഇങ്ങനെ ഒരു ധവളപത്രം വരുമ്പോൾ പലരും ആശങ്കപ്പെടുന്നത് കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് ഗവൺമെൻറ്റിന് പോവേണ്ടി വരും എന്നാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ധവളപത്രം സത്യത്തിൽ മലയാളികൾ വളരെ ഗൗരവത്തോടു കൂടി വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എലിമെൻറ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്, നമ്മൾ നമ്മളൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത്. ആ അഗ്നിപർവ്വതം ഒന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ആളുകൾക്ക് വേണം. എനിക്ക് എൻ്റെ പെൻഷൻ, എൻ്റെ ആനുകൂല്യങ്ങൾ എന്നത് മാത്രം ആലോചിച്ചുകൊണ്ട് ഈ വിഷയത്തെ കാണാൻ കഴിയില്ല. 2-3 പ്രശ്നങ്ങൾ ഇതിനകത്ത്, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണിത്. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു ഏകപക്ഷീയമായ സമീപനം സർക്കാർ എടുക്കുന്നില്ല. ഒരു അക്യൂസേറ്ററി രൂപത്തിലല്ല ഇതുണ്ടാക്കിയത്. മാത്രമല്ല, അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരായിട്ടുള്ള ഒരു ആളുകളെ അല്ല, മറിച്ച് KM ചന്ദ്രശേഖരൻ, നേരത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്, വളരെ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ് ഇത്തരം കാര്യങ്ങളിൽ. പിന്നെ CDSൽ ഉണ്ടായിരുന്ന ഡോക്ടർ നാരായണ, ഡോക്ടർ വീരമണി തുടങ്ങിയ ആളുകളും, പിന്നെ ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിലാലിനെ പോലെയുള്ള എക്സ്പേർട്സ്, IASലുള്ള എക്സ്പേർട്സ്, ഉദ്യോഗസ്ഥന്മാർ, പിന്നെ വിവിധ സ്ഥാപനങ്ങൾ, തിങ്ക് ടാങ്ക് സ്ഥാപനങ്ങൾ, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത്. ഏതാണ്ട് 200 പേജോളമുള്ള ഒരു ഡോക്യുമെൻ്റാണിത്. ആ ഡോക്യുമെൻറ്റിൽ അവരുടെ ആർഗ്യുമെൻറ്റിന് ആധാരമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. വളരെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റിൽ, ധവളപത്രത്തിൽ അവർ ഉന്നയിക്കുന്ന ആർഗ്യുമെൻറ്റ്സിനോട് കൗണ്ടർ ചെയ്യണമെങ്കിൽ, അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിന് ആധാരമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെക്കുറിച്ച് പരിശോധിക്കാവുന്നതാണ്. അപ്പം അതിലുള്ളൊരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പം ആക്ച്വലി 48,000 കോടി രൂപയുടെ DA അരിയേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ DA അരിയേഴ്സ് ഇപ്പോൾ കൊടുക്കാവുന്നൊരു സാഹചര്യത്തിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. സർക്കാരിന് അത് കൊടുക്കാവുന്നൊരു ശേഷി ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പ്രായോഗികമായ മാർഗം, ഒന്നുകിൽ DA അത് കൊടുക്കുന്നത് മാറ്റി വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറേ ഇതിലും മെർജ് ചെയ്തിട്ട് ചെറിയ ശതമാനം കൊടുക്കേണ്ടതായിട്ട്, അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് ആലോചിക്കേണ്ടതായിട്ട് വരും. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള സർക്കാർ ജീവനക്കാർക്ക് പോലും അത് മനസ്സിലാവുന്നൊരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ചോളം അവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയുടെ വക്കത്താണെന്ന് അവർ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ ഈ 2 സർക്കാർ ഈ ഡോക്യുമെൻറ്റിൽ അടക്കം പറയുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനൊരു കടക്കണിയിലെത്തിയത്. അത് ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറലായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നമുക്കുണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ വരുമാനം വേണ്ട വിധം വർദ്ധിക്കുന്നില്ല, അതേസമയത്ത് ചെലവിനങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്മാച്ച് ഉണ്ട്. അപ്പം വരുമാനവും ചെലവും തമ്മിൽ യോജിച്ച് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ സംഭവിക്കുക, നിങ്ങൾ പ്രതിസന്ധി, നിങ്ങൾ കടക്കണിയിലെത്തും. അപ്പോൾ ഈ കടക്കണി എന്ന് പറയുന്ന സംഗതിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ കമ്മിറ്റഡാണ്. നമ്മുടെ വരുമാനത്തിൽ ഏതാണ്ട് 80% നിങ്ങൾക്ക് അതിലൊന്നൊരു നയാ പൈസ എടുക്കാൻ കഴിയില്ല. അത് ശമ്പളമായിട്ട് കൊടുക്കണം, പെൻഷനായിട്ട് കൊടുക്കണം, പലിശയായിട്ട് കൊടുക്കണം. അങ്ങനെ അത് ഒരു കാരണവശാലും മാറ്റി വയ്ക്കാൻ കഴിയാത്തതാണ്. ബാക്കി വരുന്ന 20% കാശ് കൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ സാമൂഹികക്ഷേമ രംഗത്ത്, വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ, മറ്റെല്ലാവിധ കാര്യങ്ങൾക്കും പണം കണ്ടെത്തുന്നത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അത് പണം കൊടുക്കണം. അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ നമുക്ക്
വലിയൊരു പ്രതിസന്ധിയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും നമ്മുടെ സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഭാവി വരുമാനം ഉണ്ടാവണമെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് ക്യാപിറ്റൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അത് ഇപ്പോൾ ഇതിലുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് GSDP-യുടെ നമ്മൾ സംസ്ഥാന GDP-യുടെ 1.3% മാത്രമാണ്. എന്നുവെച്ചാൽ വളരെ ചുരുങ്ങിയ എമൗണ്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാക്കി മുഴുവൻ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. അത് ദേശീയ ശരാശരി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ദേശീയ ശരാശരിയുടെ വളരെ താഴെയാണ്. തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് കേരളം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല വികസനത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളുണ്ട്, വാദോരാതെ പറയുന്നുണ്ട്. കേരളത്തിലെ റോഡുകൾ നന്നായി, കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ എണ്ണം 4 ഇപ്പം പുതിയ മലയോര പാത വരുന്നു, തീരദേശ പാത, സിൽവർ ലൈൻ വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് നമ്മൾ എത്തിച്ചേരുക എന്നൊരു ചോദ്യം വളരെ ചോദിക്കുന്നുണ്ട്. അതായത് സ്ട്രക്ചറലായിട്ട് വരുമാനവും ചെലവും തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കടം വാങ്ങുന്നു. കടം വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ ചില തന്ത്രവിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കിഫ്ബി പോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ചില തട്ടിപ്പ് പരിപാടികളും നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. കിഫ്ബി വരുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പുകളുണ്ടായിരുന്നു. ഇപ്പം KT രാമമോഹനെ പോലുള്ളവർ, KP കണ്ണനെ പോലുള്ളവരൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ കിഫ്ബി ഒന്നത് ഭരണഘടനാപരമല്ല, 2 അത് പല കാര്യങ്ങളും മറച്ചു വയ്ക്കാനുള്ളൊരു വഴിയാണ്. ബഡ്ജറ്റിന് പുറത്തുനിന്ന് പണം സമാഹരിച്ചെടുത്ത് ചെലവ് ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ ഒരു തരത്തിലും കണക്കും കാര്യമൊന്നും ഇല്ലാണ്ട് ഗവൺമെൻറ്റിന് പണം അങ്ങനെ ഇഷ്ടംപോലെ കടം വാങ്ങിയിട്ട് ദൂർത്തടിക്കാനുള്ളൊരു വഴിയാണ് കിഫ്ബി എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. അതെ, അത് വന്നതിന് ശേഷമാണ് ഈ വലിയ തോതിൽ ഇപ്പോൾ പൊതുകടം വർദ്ധിച്ചിട്ടുള്ളത്. അതെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള പൊതുക്കട വർധനവ് വളരെ കൂടുതലാണ്. കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളാകട്ടെ അത്ര പ്രൊഡക്റ്റീവാണ്, ഉൽപാദനക്ഷമമാണെന്ന് പറയാനും പറ്റില്ല. അതെ, എങ്ങനെയാണ് നമ്മൾ ഈ കിഫ്ബിയെ അത് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയെ ഇപ്പം യഥാർത്ഥത്തിൽ ആരാ ഡിഫെൻഡ് ചെയ്യുന്നത്? തോമസ് ഐസക് ഒഴിച്ച് ഒരാൾ പോലും, ഈവൻ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ബസ്സമ്മേളനമൊക്കെ ഞാൻ കണ്ടു. ഇതിനകത്ത് അതേക്കുറിച്ച് തോമസ് ഐസക് മാത്രമാണ് കിഫ്ബിയെ ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പോൾ കേരളത്തിലാകെ. അദ്ദേഹമാണ് പിതാവ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഐസക്കിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് വളരെ രസമുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഈ കിഫ്ബിയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ഈ രേഖ ഇതൊരു എന്താ പറയുക, ഫൈനാൻഷ്യൽ തിങ്കിങ്ങിലെ കൺസർവേറ്റീവ് അപ്രോച്ചാണ്, യാഥാസ്ഥിതികമായ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ് ഇതിനെ നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്ത് വിപ്ലവം സാമ്പത്തിക ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് എന്ത് വിപ്ലവം സാധിക്കുക? നിങ്ങൾക്ക് ഓഹരി വിപണി പിടിച്ചെടുത്ത് അവിടെ ചെങ്കുടി നാട്ടാൻ കഴിയില്ല. ഓഹരി വിപണിയിൽ വളരെ കൃത്യമായിട്ടുള്ള രീതികളുണ്ട്. ആ ഓഹരി വിപണിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ വായ്പ വാങ്ങിയാൽ നിങ്ങൾ പലിശയ്ക്കേ വാങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന രാജ്യമാണ്, ഞങ്ങൾക്ക് എല്ലാവരും കിട്ടാനുള്ളതെല്ലാം ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ളത് വാങ്ങും, നീ ആവശ്യത്തിലുള്ളത് കൊടുക്കും എന്ന പഴയ ഒരു രീതി ഉണ്ടായിരുന്നു, ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. ആവശ്യത്തിന് വേണ്ടവർക്ക് എടുക്കാം, നിങ്ങൾക്ക് കഴിയുന്നത് കൊടുക്കാം. അതേമാതിരി ഓഹരി പണി എനിക്ക് ആവശ്യമുള്ള പണി കൊണ്ടെടുക്കും, എനിക്ക് പറ്റുന്നത് ഞാൻ തിരിച്ചു കൊടുക്കും എന്ന സോഷ്യലിസ്റ്റ് സിദ്ധാന്തമൊന്നും അവിടെ നടക്കില്ല. കൃത്യമായിട്ടുള്ള പണമിടപാടുകൾക്ക് രീതിയുണ്ട്. അതൊരു കൺസർവേറ്റീവ് സിസ്റ്റമാണ്. അതിനകത്തൊരു വിപ്ലവവും സാധ്യമല്ല. അപ്പോൾ ഇതെന്താ സംഭവിച്ചത്? തോമസ് ഐസക് പറയുന്ന ഈ കൺസർവേറ്റീവ് തിങ്കിങ് മാത്രമാണ് യഥാർത്ഥത്തിൽ ലോക വിപണിയെ നയിക്കുന്നത്. എന്നാൽ പിന്നെ അദ്ദേഹം ആഗോള വിപണിയിൽ നിന്ന് മാറിയിട്ട് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പോയിട്ട് കാശ് വാങ്ങിയാൽ മതി. ക്യൂബയിൽ പോയാൽ കാശ് കിട്ടുന്നല്ലോ, ക്യൂബക്കാരുടെ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ടെങ്കിൽ അവിടെ വാങ്ങിച്ചുകൊണ്ട് വരും. അതിന് പകരം ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹവും പിണറായി വിജയനും പോയിട്ട് ലണ്ടനിൽ മണിയടിച്ചു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് മണിയടിച്ചു. എന്തിനാ? ഓഹരി വിപണിയിൽ നിന്ന് പണം കൊണ്ടുവരാൻ. അതുപോലെ തന്നെ കേരളം വലിയ വികസനത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് നിൽക്കുന്ന രാജ്യമാണ്, പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്നൊക്കെ പറയാനാണ്. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വായ്പയെങ്കിലും തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടായി? ആഗോള വിപണിയിൽ സംബന്ധിച്ചിടത്തോളം ഒരു വായ്പ കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല ക്രെഡിബിലിറ്റി റേറ്റിംഗ് ഉണ്ട്. മൂഡീസ് എന്നൊക്കെ പറഞ്ഞ കൂട്ടർ, മൂഡീസ്, പിന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഈ ഫിച്ച് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റേറ്റിംഗ് ഏജൻസികളുണ്ട്. അവർ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാപ്പബിലിറ്റി വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചാണ് നിങ്ങൾക്ക് പലിശ എത്രയാണെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ തിരിച്ചടവ് ശേഷി കുറവാണെങ്കിൽ പലിശ കൂടും. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ തോമസ് ഐസക് ആദ്യത്തെ അതായിരുന്നു.
അത് ലോകം മുഴുക്കെ പിന്നെ പത്രങ്ങളിലൊക്കെ പ്രചാരണം കൊടുത്തു. അവസാനം അത് കാനഡയിലെ പിന്നെ ഒരു CDPQ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ മസാല ബോണ്ട് വാങ്ങിയിട്ട് കാശ് നെഗോഷിയേറ്റ്. ലാവ്ലിൻ കമ്പനി അതിൻ്റെ പല കമ്പനികളിൽ ഒന്നാണ്. അവർ തമ്മിലുള്ള ഇടപാട് അത് ഉണ്ടാവുമായിരിക്കും. നേരത്തെയുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ അതിൽ സഹായിച്ചിട്ടുണ്ടാവും എന്ന്, അല്ലാതെ അതുവരെ അത് ഏറ്റെടുക്കൂല. എന്തായാലും ശരി, CDPQ ആണ് പണം കൊടുത്തത്. പക്ഷെ അവർ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് അന്ന് സാധാരണ ഇന്ത്യയിൽ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ എത്രയോ കൂടുതൽ ആണ് ഇവിടെയുള്ള പലിശ നിരക്ക്, പാശ്ചാത്യ ഏജൻസികൾ കൊടുക്കുന്ന പലിശ നിരക്കിനേക്കാൾ. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ പോലും ഹഡ്കോ പോലുള്ള ഏജൻസികളിൽ നിന്ന് അതിനേക്കാൾ കുറഞ്ഞ നിരക്കിന് കിട്ടുമായിരുന്നു. പക്ഷേ CDPQവിൻ്റെത് വാങ്ങാനാണ് തീരുമാനിച്ചത്. ആഗോള വിപണിയിൽ ഒരു പ്രസൻസ് ഉണ്ടാവൽ പ്രധാനമാണ്. അങ്ങനെ നമുക്ക് ആഗോള വിപണിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിബിലിറ്റി റേറ്റിംഗ് വർദ്ധിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ടേംസൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ CDPQവിന് ലോൺ വാങ്ങി. അത് വാങ്ങിയിട്ട് പിന്നെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥലത്തൊന്നും വാങ്ങിയിട്ട്. അപ്പോൾ കിഫ്ബിയുടെ സ്ഥിതി എന്താ? കിഫ്ബി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ അംഗീകരിച്ചിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നിൽക്കുന്നത്. 8 കൊല്ലത്തിലേറെയായി ഈ കിഫ്ബി പദ്ധതിയും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് നടക്കുന്നത്. 5 കൊല്ലത്തേക്കാണ് ഈ ലോണ് വാങ്ങുന്നത്. 5 കൊല്ലത്തിനകം നിങ്ങൾ പിന്നെ അത് തിരിച്ചടവ് നടത്തണം. അപ്പോൾ അത് പിന്നെ തിരിച്ചടവ് നടത്തുന്നില്ലെങ്കിൽ ഇത് പിന്നെ പിഴപ്പലിശ അതൊക്കെ വേറെയുണ്ട്. എന്നിട്ട് ഈ 1 ലക്ഷം കോടി രൂപയുടെ കമ്മിറ്റ്മെൻ്റ് എടുത്തിട്ട് എത്രയാണ് ചിലവ് പിന്നെ ആക്ച്വലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് ഈ രേഖ പറയുന്നുണ്ട്. 4/1 25,000 കോടി രൂപയുടെ പദ്ധതികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. മറ്റു കുറേ പദ്ധതികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ തുടങ്ങിയതുണ്ട്, കുറേ തുടങ്ങാനുള്ളതുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട്. അതിനുള്ള ബാധ്യത, അതിനുള്ള കാശ് കൊടുക്കണം. പിന്നെ വൻതോതിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പലിശ എന്നുള്ളതിന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ വൻതോതിലുള്ള പലിശ അടയ്ക്കണം. അതിനനുസരിച്ചുള്ള വരുമാനം ഇതിൽ നിന്ന് വരുന്നുണ്ട്. പ്രശ്നം ധാരാളം റോഡുകൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം സ്കൂളുകൾ നന്നായിട്ടുണ്ട്, അങ്ങനെയുള്ള പല സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആക്ച്വലി വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുമ്പോൾ തന്നെ നിങ്ങൾ മറ്റ് മേഖലകളും വികസിക്കണ്ടേ? നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണ്ടേ? നിങ്ങളവിടെ സ്ഥാപനങ്ങൾ വരണ്ടേ? നിങ്ങളവിടെ വരുമാനം വർദ്ധിക്കുന്ന തൊഴിൽ മേഖലകൾ ഡെവലപ്പ് ചെയ്യുക, അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചെലവ് വൻതോതിൽ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ചെലവിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള മറ്റ് മേഖലകളിലെ പ്രവർത്തനം പൂർണ്ണമായിട്ടും 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2024-2025 കാലത്ത്, അതായത് പിണറായി വിജയൻ ഭരണത്തിൻ്റെ ഏറ്റവും അവസാന വർഷത്തിൽ ട്രഷറി 12 മാസത്തിൽ 10 മാസവും നെഗറ്റീവായിരുന്നു. അതാണ് സജീഷ് പറഞ്ഞു പൂച്ച അവിടെ പെറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞു, KN ബാലഗോപാൽ, പൂച്ചയൊന്നും അവിടെ പെറ്റി കിടന്നിട്ടില്ല, അവിടെ ഭയങ്കര വലിയ സുഖരപ്രസവമായിരുന്നു. എന്താ കാരണം വെച്ചാൽ പണം ഇഷ്ടംപോലെ ഉണ്ട്, 6,000 കോടിയാണ് ബാക്കി വെച്ചത്. നമുക്ക് ആക്ച്വലി കണക്കെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പ മേടിച്ചിരുന്നു വലിയ പലിശയ്ക്ക്. ആ സാധനം ആ പൈസ അവിടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതാ പിറ്റേന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് 6,000. പക്ഷേ ആക്ച്വലായിട്ട് 2,000 കോടി ചില്ലറ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നിലയിൽ സാമ്പത്തികമായ മേഖലയിൽ ഒരു സത്യസന്ധമായ സമീപനം എടുക്കുന്നതിൽ കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഈ ധവളപത്രം നമ്മളോട് പറയുന്നത്. അങ്ങനെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് കള്ളത്തരം പറയാനുള്ളൊരു മേഖലയല്ല. സത്യം പറയുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ കീശയിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് പറയുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടും. അതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇതിനുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഗ്ലോബലൈസേഷൻ്റെ വക്താക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ശമ്പളവും DA ഒക്കെ കുറയ്ക്കുന്ന കാര്യങ്ങൾ, അത്തരമൊരു രീതിയിലേക്ക് കേരളത്തിന് പോകാൻ കഴിയും. ഇന്നത്തെ ഒരു പ്രതിസന്ധിയുടെ ഒരു പ്രശ്നം, നിങ്ങൾ ആഗോള വിപണിയിൽ നിൽക്കുന്ന കാലത്ത് ആഗോള വിപണി അല്ലെങ്കിൽ ആഗോള ഇക്കണോമിക് സ്ട്രക്ചറിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം നോക്കിയാൽ ഇന്ത്യ വിടുക. നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ ഗ്രീസ് വളരെ വലിയൊരു ക്രൈസിസ് നമ്മുടെ ഒരു 6-7 വർഷം മുമ്പ് വലിയ പ്രതിസന്ധിയായിരുന്നു.
അവർ വൻതോതിൽ പണം ചിലവാക്കി. കേരളത്തിൻ്റെ ഒരു വലിയ മുത്തച്ഛനായിട്ടാണ് അവർ പെരുമാറി. കണ്ടമാനം പണം ചിലവാക്കി, കണ്ട സ്ഥലത്തൊക്കെ പണം ചിലവാക്കി. അപ്പം എന്തുണ്ടായി? അവർ കടക്കണിയിൽപ്പെട്ട് വലിയ പ്രതിസന്ധിയായ സമയത്ത് പിന്നെ ആക്ച്വലി യൂറോപ്യൻ യൂണിയൻ ഇക്കണോമിക് യൂണിയനാണ്. ജർമ്മൻകാർക്ക് എടുത്ത് പൈസ ഉണ്ട്. ജർമ്മൻകാർ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ ഒന്നും തരൂല, കാരണം ഞങ്ങൾക്ക് പൈസ നിങ്ങൾ തരേണ്ട കാര്യമില്ല, ഞങ്ങൾ ഉണ്ടാക്കിയ കാശ. അപ്പം അതിനുവേണ്ടി ജർമ്മനിനെ കുറേ ചീത്ത വിളിച്ചു പറഞ്ഞു. പക്ഷേ യൂറോപ്യൻ ഐക്യമൊക്കെ അവിടെ പോയെന്ന് വെച്ചു. പക്ഷേ അവർ കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവസാനം എന്താണ്ടായത്? സൈറിസ എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടി, ഇപ്പം തോമസ് ഐസക്ക് കേരളത്തിലെ ഇടതുപക്ഷക്കാർ, അവിടെ ഈ സിപ്രാസ് എന്ന് പറയുന്ന ആൾ വാരൂഫാക്കീസ് വലിയ ആഗോള സാമ്പത്തിക വിദഗ്ധനാണ്. തോമസ് ഐസക്കിൻ്റെ വലിയ ആളാണ്, അയാൾ എത്രയോ വലിയ ആഗോള പണ്ഡിതനാണ്. വാരൂഫാക്കീസ് അതിനെ ഫിനാൻസ് മിനിസ്റ്ററാക്കി, സിപ്രാസ് പ്രൈം മിനിസ്റ്ററായി. എന്നിട്ട് അവർ അമേരിക്കയിൽ പോയിട്ട് IMF-ഉമായിട്ടാണ് ചർച്ച ചെയ്തത്. IMF-ആയിട്ടാണ് രാജിവെച്ചു. വാരൂഫാക്കീസ് പിന്നെ രാജിവെക്കേണ്ടി വന്നു. ഷിപ്രാസ് അതിന് ചുമതല ഏറ്റെടുത്ത് അയാൾ പോയിട്ടാണ്. ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യും? അവസാനം IMF കടുത്ത കണ്ടീഷൻസാണ്. അങ്ങനെയാണ് ഈവൻ പെൻഷൻ പോലും കൊടുക്കാത്തൊരവസ്ഥ വന്നു. ഗ്രീക്കുകാർ ബാങ്കിന് മുമ്പിൽ യോക്കുന്ന വളരെ ഗതികെട്ട അവസ്ഥ ഉണ്ടായി. 2-3 വർഷം അവർ വലിയ ബെൽറ്റ് ടൈറ്റിങ് വേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചു കയറി. അവർ ഫൈനാൻഷ്യലായിട്ട് അവർ സാമ്പത്തിക മേഖല മെച്ചപ്പെട്ടു, അവരുടെ തൊഴിൽ മേഖല മെച്ചപ്പെട്ടു, അവരുടെ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ബെൽറ്റ് ടൈറ്റിങ് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അതെങ്ങനെയെന്നുള്ളത് വെച്ചാൽ അതിന് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 56 വയസ്സിൽ നല്ല കോമളനായിരിക്കുന്ന ആളെ റിട്ടയർ ചെയ്ത് വീട്ടിൽ പറഞ്ഞു വിടുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ട്? നിങ്ങൾ 30-32 വയസ്സിലാണ് നിങ്ങൾക്ക് ജോലി കയറുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 20 വർഷം അല്ലെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾ റിട്ടയർ ചെയ്യണം. നിങ്ങളാണ് 90 വർഷം 95 വർഷമൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ജീവിക്കുന്നത്. എന്താ ഏറ്റവും ചുരുങ്ങിയത് 56 വയസ്സിന് ശേഷം ഒരു 15 വർഷമെങ്കിലും വളരെ ആക്റ്റീവായിട്ട് കേരളത്തിലുണ്ട്. ഈ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ മദ്രാസ് പോയി, അല്ല തമിഴ്നാട്ടിൽ പോയി നോക്കൂ, കർണാടകയിൽ പോയിട്ട് മായി പോയി നോക്കൂ. അവിടെയൊക്കെ 58-ഉം 60 വയസ്സാണ്. കേന്ദ്ര സർക്കാർ 60 വയസ്സാണ്. അപ്പോൾ കേരളത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരു തരത്തിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുക ആരും തയ്യാറില്ല. യുവജനങ്ങൾ പറയും യുവജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. ഞാൻ യുവജനങ്ങൾക്ക് അല്ലേ സർക്കാർ തൊഴിൽ കൊടുക്കുന്നുണ്ടോ? സർക്കാരിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് പിൻവാതിൽ വഴി. അപ്പം ഇപ്പോഴത്തെ ഒരു മന്ത്രി അടക്കം അയാൾ വീട്ടിൽ അളിയനാണ് ആദ്യം ജോലി കൊടുത്തത്. അളിയൻ യോഗ്യനോ അല്ലയോ എന്നുള്ള പ്രശ്നം. പക്ഷെ കൊടുക്കുമ്പോൾ നിങ്ങൾ ധാർമ്മികതയുടെ പ്രശ്നമല്ലേ? അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ വളരെ പ്രാക്ടിക്കലായ സൊല്യൂഷൻസിൽ ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാവുന്ന കാര്യം. ഇപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ DAയുടെ കാര്യത്തിലൊക്കെ ചില പരിപാടികൾ വേണ്ടി വരും. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളിൽ ഒന്ന് സാമ്പത്തികമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനത്തേക്ക് നമ്മൾ പോകണം. വായ്പ വാങ്ങുന്ന പരിപാടി പരമാവധി കുറയ്ക്കണം. പിന്നെ റോഡുകളുടെ വികസനമൊക്കെ വേണ്ടതാണ്. പക്ഷേ റോഡുകളുടെ വികസനവും നമ്മുടെ താങ്ങൽ ശേഷിയും റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയും തമ്മിൽ നോക്കിയിട്ട് പോകണം എന്നുള്ള ഒരു ഞാൻ ഇവിടെ എല്ലാ ജില്ലയിലും വിമാനത്താവളം ഉണ്ടായിട്ട് എന്താ കാര്യം? കണ്ണൂർ ഒരു വിമാനത്താവളം കൊണ്ടുപോകുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്ര പേര് കയറുന്നു? എത്ര വിമാനം വരുന്നുണ്ട്? ഈ ജയരാജൻ പിന്നെ വിമാനത്തിൽ കയറില്ല. വിമാന കമ്പനി വലിയ കഷ്ടത്തിലായി. കാരണം അയാൾ മാത്രം അധിക സമയം വിമാനത്തിൽ കയറുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ അതൊന്നും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പത്തിക മാനേജ്മെന്റ് അല്ല. ഈ VD സതീശൻ വായിക്കുന്ന പുസ്തകങ്ങളിലൊന്നായിട്ട് വന്നത് വാർഫാക്കിസിന്റെ പുസ്തകമാണ്, ടെക്നോ ഫ്യൂഡലിസം. അതെ. അപ്പോൾ വാർഫാക്കിസിനെയൊക്കെ വായിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും സമ്പദ്ഘടനയെ നേരായ ട്രാക്കിലേക്ക് എത്തിക്കാനുള്ള ഒരു കൺസെപ്റ്റുള്ള ഒരാളായി. ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശൻ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്. കാരണം അത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, തോമസ് ഐസക്കുമായിട്ട് അദ്ദേഹം എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചൊരു ഒരു വലിയ സംവാദം ഉണ്ടായിരുന്നു. ആ സംവാദത്തിൽ വളരെ ഫാക്ച്വലായിട്ട് വസ്തുതകൾ വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ആർഗ്യുമെൻ്റാണ് അദ്ദേഹം ഉന്നയിച്ചത്. തോമസ് ഐസക് യഥാർത്ഥത്തിൽ അതിൽ വിജയിച്ചില്ല, അദ്ദേഹത്തിന് പരാജയപ്പെട്ടു. തോമസ് ഐസക് ആഗോള പണ്ഡിതനാണ്, ഒക്കെയാണ്, PhD ഒക്കെ ഉണ്ട്. പക്ഷേ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വളരെ പ്രധാനമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വാദിക്കണം. അപ്പോൾ ഐസക് അതിൽ പരാജയപ്പെട്ടു. അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അസംബ്ലിയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സതീശൻ നടത്തിയിരിക്കുന്ന ഇൻ്റർവെൻഷൻസ് അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ ശരിയായ തീരുമാനമായിരുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരും ആഭ്യന്തര വകുപ്പിന് വേണ്ടി, കാരണം ഈ പോലീസുകാരിങ്ങനെ സെല്യൂട്ട് ചെയ്യും. പക്ഷേ പോലീസുകാരൻ്റെ സെല്യൂട്ട് കൊണ്ട് വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി നാട്ടിന് വല്ല പ്രയോജനമുണ്ടോ? പിണറായി വിജയന് മുമ്പിലും വയ്യിൽ 25 വണ്ടി പോലീസ്. അത് അയാൾക്ക് ഒരു ഞാനൊരു ശക്തനാണെന്ന് തോന്നുന്നതല്ലാണ്ട് നാട്ടുകാർക്ക് വലിയ പ്രയോജനമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് സതീശൻ എന്ത് ചെയ്തു? സതീശൻ ആ വകുപ്പ് മറ്റേ ആൾ കൊടുത്തു, രമേശ് ചെന്നിത്തല കൊടുത്തു. പക്ഷേ ഫിനാൻസ് എടുത്തു. ഫിനാൻസ് എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധ ആവശ്യമുള്ള
ഒരുപാട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട, നിങ്ങളുടെ ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന മേഖലയാണ്. അതിൽ തീർച്ചയായും പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ധനകാര്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു, നല്ല ധനകാര്യ മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു. ആൻ്റണിക്ക് സത്യത്തിൽ അന്ന് പറ്റിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആൻ്റണി അത്രയും വലിയൊരു ക്രൈസിസ് പീരീഡിലാണ് ഈ അധികാരം ഏറ്റെടുത്തത്. അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ, എനിക്ക് തോന്നുന്നു നായനാർ സർക്കാരിൻ്റെ അവസാന കാലത്ത് സാമ്പത്തികമായ മാനേജ്മെൻറ്റിലുണ്ടായിരുന്ന ഈ ഒരു പ്രശ്നം അവരെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ ആൻ്റണി അത് ഒരുപക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, ആൻ്റണിയുടെ വലിയ പ്രോബ്ലം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആൻ്റണിക്ക് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ജനങ്ങളോട് സംവദിക്കാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നില്ല അദ്ദേഹം. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സതീശൻ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ, അത് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ, അവരുടെ പിന്തുണ നേടുന്നതിൽ സതീശൻ വളരെ ശക്തനായിട്ടുള്ള സമർത്ഥനായിട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആൻ്റണിക്ക് അന്ന് പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. പക്ഷേ അത് ആൻ്റണി പറഞ്ഞു ശരി. പക്ഷേ ആൻ്റണി 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ക്രൈസിസ് അവർ രക്ഷപ്പെട്ടു വന്നു, അവർ റിക്കവറി ചെയ്തു വന്നു. ആൻ്റണിയുടെ നടപടികളിലൊക്കെ നിങ്ങൾ എന്ത് വിമർശനം പറഞ്ഞാലും അന്ന് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത് ആ സർക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു പ്രതിസന്ധിയിൽ കേരളം ചെന്നുപെട്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഇപ്പം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ നാളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉള്ളത്. കാരണം നമുക്ക് ഒരുപാട് മേഖലകളിൽ വളരെ ചെറിയ ചെറിയ ഇൻ്റർവെൻഷൻ വഴി മാത്രം കുറേയേറെ സർക്കാരിൻ്റെ ലീക്ക്, അഴിമതി വഴിയും അല്ലാതെയുള്ള കെടുകാര്യസ്ഥത വഴിയും ഉണ്ടായിരിക്കുന്ന ലീക്ക്, അത് എത്ര മാരകമാണ്. നിങ്ങളൊരു പി എസ് സി പോലൊരു സ്ഥാപനത്തിൽ കേരളത്തിൽ 21 മെമ്പർമാരാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ 4-5 ആൾക്കാർ. ആക്ച്വലി അത്രയും ആവശ്യമുള്ളൂ. എന്നിട്ട് എത്രയാണ് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപയാണ് എടുത്തു കൊടുക്കുന്നത്. ഇതേ തരത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ ഈ ആവശ്യമില്ലാത്ത യാതൊരു കാരണവശാലും ഒരു പൊതുസമൂഹത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത ആളുകളെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ വേണ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ അങ്ങനെ. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് കുറേ കൂടി കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പറ്റുന്ന ഒരു വലിയ പരിധി വരെ നാട്ടുകാരുടെ ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഈ ഒരു വലിയ ഒരു സംഖ്യ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ആ നിലയിലേക്ക് കേരളം പോകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അങ്ങനെയുള്ള ഒരു മൂഡ് പബ്ലിക്കിനിടയിലുണ്ട്. ജനങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന രീതി അത് ശരിയല്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ കേരളീയ സമൂഹത്തിനകത്തുണ്ട്. അതിൽ ഈവൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ധനമന്ത്രി ബാലഗോപാലിൻ്റെ ഒരു സമീപനം വളരെ പോസിറ്റീവായിരുന്നു ഈ ഒരു കാര്യത്തിൽ. ഐസക്കിൻ്റെ മാതിരി അനാവശ്യമായിട്ടുള്ള വാചക കസർത്തോ, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും തകഴീൻ്റെയും നോവലൊക്കെ വെച്ചിട്ട് ബജറ്റ് അവതരിപ്പിക്കുക, അത്തരം ആക്ച്വലി അത് ബജറ്റിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഡോക്യുമെൻ്റാണ്, ഒരു സാഹിത്യകൃതിയോ സാംസ്കാരിക പദ്ധതിയോ അല്ല. അപ്പോൾ തോമസ് ഐസക്ക് അതിനെ വേറെ രൂപത്തിലാണ് കണ്ടത്. അദ്ദേഹം ഏതൊരു മായിക ലോകത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണക്ക് തന്നെയാണ് പറഞ്ഞത്. കണക്കായിട്ട് പറയും, അതിൻ്റെ കാര്യങ്ങൾ വെച്ച് അതിൽ പരമാവധി ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റിൽ കേന്ദ്ര സർക്കാർ, അതൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. അത് ശരിയാണ്, എല്ലാവരും പറയുന്നത്. അത് ഈ ഡോക്യുമെൻറ്റിലും ഉണ്ട്. കേന്ദ്രം സംസ്ഥാന ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു വിടവുണ്ട്. അതായത് നേരത്തെ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു ഫൈനാൻഷ്യൽ ഡെവല്യൂഷൻ പാക്കേജ് ഉണ്ട്. അത് കഴിഞ്ഞ ഒരു 2-3 ഫൈനാൻഷ്യൽ കമ്മീഷനുകൾ അതിൽ മാറ്റം വരുത്തി. പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ, മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് മാർക്ക് കുറയും. അപ്പോൾ കേരളത്തിന്, തമിഴ്നാടിന്, ഹിമാചൽ പ്രദേശ്, ഗോവ അങ്ങനെ സോഷ്യൽ സെക്ടറിൽ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിന് മുമ്പിൽ നിൽക്കുന്ന പല സംസ്ഥാനങ്ങളുടെയും വിഹിതം കുറഞ്ഞു. ബീഹാർ, UP അങ്ങനെയുള്ള ആളുകൾക്കും കയറി. അപ്പോൾ ആ ഒരു കാരണമായിട്ട് ഒരു വലിയ നമുക്ക് കിട്ടേണ്ട തുകയിൽ ഒരു വലിയ കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അത് കേരളം മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല. മാത്രമല്ല ഈ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ദേശീയ തലത്തിലൊരു ക്യാമ്പയിൻ ഉണ്ടാക്കിയിടും. അതിന് ഒരു ലീഡർഷിപ്പ് കാപ്പബിലിറ്റി ഉള്ള കൂട്ടർ ചെയ്യണം. അത് ഒരു പക്ഷേ പുതിയ സർക്കാർ, കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതിന് 4-5 സംസ്ഥാനങ്ങളിൽ ഇപ്പം ഭരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സതീശനെ പോലുള്ള ഒരു നേതാവിന് കുറേ കൂടി ദേശീയ തലത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മേൽ സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് സാമൂഹിക മേഖലകളിൽ ഇപ്പം എന്താ പറയുക, ഈ ഡെവല്യൂഷൻ കിട്ടേണ്ട പൈസ കിട്ടാത്തൊരു കൂട്ടർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുള്ള ഒരു ശേഷി കൈവരിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റീസ്, പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, ഇത് രണ്ടും സതീശനുണ്ട്. അതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്.